യുവതാ ബുക്സിൻ്റെ നേതൃത്വത്തിൽ ബഹുമാന്യനായ മുഹമ്മദ് കോയ പരപ്പിൽ എഴുതിയ കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രമെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 3ാം എഡിഷൻ പുറത്തിറങ്ങുകയാണ്. അതിൻ്റെ ആദ്യ 2 എഡിഷനും പുറത്തിറങ്ങിയ ഘട്ടത്തിൽ അതിന് മുഖവുര എഴുതി കൊടുത്തത് നമ്മുടെ ഏവരുടെയും ആരാധ്യനായ MGS മാഷായിരുന്നു. ഇപ്പോൾ അതിന് മുഖവുര എഴുതിയിരിക്കുന്നത് പുതുതലമുറയിൽപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഇല്യാസ് മാഷാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇതിൻ്റെ 3ാം പതിപ്പ് ഇറങ്ങിയപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾക്ക് മുന്നോട്ട് ചലിക്കുവാനുള്ള ജീവവായുവാണ് എന്ന് ഇന്ന് നമ്മളേവരും തിരിച്ചറിയുകയാണ്. വളരെ സൗഹാർദ്ദത്തോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകിയും ജീവിച്ചിരുന്ന മലയാളി ജനത ആ ജനതയ്ക്കിടയിലേക്ക് വിഭാഗീയതയുടെയും എതിർപ്പിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ അംശങ്ങൾ കടത്തിവിടാനുള്ള ശ്രമം നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ 3ാം പതിപ്പ് വായിക്കാൻ ഒരുങ്ങുന്നത്. ഈ ഒരു ചടങ്ങിൻ്റെ തന്നെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മൾ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന പുതിയ തലമുറ, ആ തലമുറ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ഘട്ടത്തിൽ നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കുന്നതിന് ഒരു പ്രതിരോധം തീർക്കുക എന്നതിനുള്ള ഒരു ഉപകരണ സമാഹരണം നടക്കുന്നതിൽ അവർക്ക് ബോധ്യമുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പുതുതലമുറ നാം നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തിയതിൻ്റെ പിന്നാമ്പുറങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ വലിയ താല്പര്യം കാണിക്കാറില്ല. നമ്മുടെ കോളേജുകളിലും സ്കൂളിലുമൊക്കെ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചരിത്രമാണ്. ആ ചരിത്രം സ്കൂളിൽ പഠിച്ച് പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. അത് ഉയർന്ന തലങ്ങളിൽ ഗവേഷണം ചെയ്ത് അതിൻ്റെ കാണാപ്പുറങ്ങളും ഇരുട്ടറകളുമൊക്കെ ഒന്ന് നന്നായി പരിശോധിച്ച് വർത്തമാനകാലത്തെ നാം ഇന്ന് ജീവിക്കുന്ന പ്രതിസന്ധികൾക്ക് നാം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഉള്ള ഒരു ശ്രമത്തിലൊന്നും ഈ പുതുതലമുറ വ്യാപൃതരാവാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി കൂടി നമ്മുടെ ഇടയിലുണ്ട്. ചെറുപ്പക്കാരുടെ എണ്ണം നമ്മുടെ ഈ കൂട്ടത്തിൽ വളരെ കുറവാണ്. അവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നാളെ നാം എങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന പ്രശ്നങ്ങൾ, വിഷമതകളെ നാം അതിജീവിക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഈ പുസ്തകം ചർച്ച ചെയ്യുന്ന കോഴിക്കോട് മലയാളിയുടെ ഹൃദയമാണ്. നാം മലയാള നാടിനെക്കുറിച്ച്, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, നമ്മുടെ സൗഹാർദ്ദത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുമ്പോൾ അതിനൊക്കെ ഏറ്റവും ഉദാഹരണമായി എല്ലാ കാലത്തും നമുക്ക് ഉയർത്തിക്കാണിക്കാവുന്ന ഒരു സമൂഹമാണ് ഈ കോഴിക്കോടിൻ്റേത്. കോഴിക്കോടിൻ്റെ ഒരു മാതൃക തന്നെ നമുക്ക് മലയാളികൾക്കിടയിലും വേണമെങ്കിൽ അത് ഇന്ത്യക്കും ലോകത്തിനും പിന്തുടരാവുന്ന രീതിയിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് പഠിക്കാതെ എങ്ങനെയാണ് നാം അത് പറഞ്ഞു കൊടുക്കുക? അതിൻ്റെ മുഴുവൻ വശങ്ങളും നമുക്കറിയാമോ? ഇതുവരെ അറിഞ്ഞതാണോ അതിൻ്റെ പരിപൂർണത? യഥാർത്ഥത്തിൽ നന്നായി ഒന്ന് സൂക്ഷ്മതലങ്ങളിലേക്ക് ഗവേഷണം ചെയ്തു പോയാൽ എത്ര സൗഹാർദ്ദപരമായും എങ്ങനെയൊക്കെ ഒരുമിച്ച് ജീവിക്കാവുന്നതിൻ്റെ പുതിയ തലങ്ങൾ വേട്ടയാടി പിടിച്ചുമൊക്കെയാണ് ആ കാലങ്ങളിൽ മനുഷ്യൻ ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാ മേഖലയിലും, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഭക്ഷണത്തിൽ, വസ്ത്രധാരണത്തിൽ, ജീവിത സംസ്കാരത്തിൽ, തൊഴിലിടങ്ങളിൽ, എല്ലാ തലങ്ങളിലും ഇത്രത്തോളം സൗഹാർദ്ദത്തിൻ്റെ ബലത്തിൽ ജീവിക്കാമെന്നതിന് മാതൃകയുള്ള മറ്റൊരു പ്രദേശം ഭൂമുഖത്ത് തന്നെ ഉണ്ടാവില്ല. ഇത് നന്നായി മനസ്സിലാക്കിയ ഒരാളാണ് നമ്മളെ വിട്ടുപോയ MGS നാരായണൻ. ശരിക്കും MGS നാരായണൻ നമുക്കൊരു ഉറപ്പായിരുന്നു, നമുക്കൊരു ബലമായിരുന്നു. ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു അഭിപ്രായം, തൻ്റേതായ വിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ഒരഭിപ്രായം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഒരു ബലം നൽകുന്ന ഒരാളായി അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെയുള്ള ഒരു ബോധ്യം നമ്മുടെ പുതുതലമുറയ്ക്കും നമ്മൾക്കും ഉണ്ടായില്ലെങ്കിൽ നമ്മളെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തുമെന്ന് യാതൊരു സംശയമില്ല.
ഇപ്പം നമ്മൾ ഈ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് തിരുനാവായയിൽ കുംഭമേള എന്ന് പറയുന്ന നമ്മൾക്കൊന്നും പരിചയമില്ലാത്ത ഒരു കോമാളിക്കൂട്ടം വന്ന് ഇതാണ് ഇന്ത്യയുടെ പൈതൃകം എന്ന് പറഞ്ഞ് ഒരു വ്യാജ നിർമ്മിതി അവിടെ ഉത്സവമായി കൊണ്ടാടുകയാണ്. ആ കുംഭമേളയെക്കുറിച്ചൊക്കെ ചരിത്രകാരന്മാരാണ് പറയേണ്ടത്. അത് പറഞ്ഞാൽ ആ കുംഭമേള മനുഷ്യരുടെ ഉത്സവമായിരുന്നു, അത് കച്ചവട ഉത്സവമായിരുന്നു, നാനാജാതി മതസ്ഥർ ഒന്നിച്ചുകൂടുന്ന ഒരു പുഴയോരമായിരുന്നു തിരുനാവായ എന്ന് നമുക്ക് മനസ്സിലാവും. സാമൂതിരിയുടെ ഇടതുവശത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒട്ടുരുമി നിൽക്കുന്ന ആൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഷാബന്ദർ കോയയാണ്. അദ്ദേഹം ചേർന്നുകൊണ്ടാണ് നിലപാട് തറയിൽ ഈ മാമാങ്കത്തിൻ്റെ അധ്യക്ഷൻ, ഈ നാടിൻ്റെ അധ്യക്ഷൻ കേരള രാജാവ് സാമൂതിരിയാണ് എന്ന് അവർ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നത്. അത് ഈ നിലപാട് തറയിൽ മാത്രമല്ല, അങ്ങ് താഴെയുള്ള ജനക്കൂട്ടത്തിനിടയിലും കച്ചവട സ്ഥാനങ്ങളിലും മണൽപ്പരപ്പിൽ വന്നു ചേരുന്നവരും തൊഴിലാളികളും വെടിമരുന്ന് പൊട്ടിക്കുന്നവരും അതിലൊന്നും ജാതിമതമില്ല, എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്നാണ് ആ ഒരു തിരുനാവായയിലെ ആ ഉത്സവം കൊണ്ടാടുന്നത്. അത് നാം കേട്ട പോലെയുള്ള ഒരു ചാവേറുകളുടെ യുദ്ധമൊന്നുമല്ല അവിടെ, അതൊരു കച്ചവട ഉത്സവമാണ്. അതുകൊണ്ടാണ് റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ട മാമാങ്ക വേല കണ്ടു. ഭൂമുഖത്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളുമായി കച്ചവടക്കാർ വന്നു ചേരുന്ന ഒരു വായ്മുഖമാണ് ഈ പൊന്നാനി കടപ്പുറം, പൊന്നാനി ഭാരതപ്പുഴയുടെ തീരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതൊരു ഉത്സവമായി മാറിയത്. അതിന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, സാമൂതിരിക്ക് ഈ മാമാങ്ക അധിപനാവാൻ സാധിച്ചത് മാപ്പിളമാരുടെ സഹായമുള്ളത് കൊണ്ട് മാത്രമാണ്. മാപ്പിളമാർ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഇടംകൈയും വലങ്കൈയുമായി ഒരുമിച്ച് യുദ്ധം ചെയ്താണ് വെള്ളാട്ടേരി രാജാവിനെ പരാജയപ്പെടുത്തി മാമാങ്കത്തിൻ്റെ അധ്യക്ഷനാവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അത് ആ കൂറും ആ സ്നേഹവും ആ ബന്ധവും അത് അദ്ദേഹം പുലർത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും സഹായിയുമായിട്ടുള്ള ഷാബന്ദാർ കോയയെ തൻ്റെ നിലപാട് തറയിൽ ഇടതുവശത്ത് അദ്ദേഹത്തെ നിർത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാമൂതിരി മ്യൂസിയം ഉണ്ട്, പൊടിയടിച്ച് ആരും തുറക്കാതെ ഈ തളി ആ സ്കൂളിൽ ഞാൻ കണ്ടു. ഒരു ദിവസം അത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തുറന്നു തന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ ധാരാളം ആചാര ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ വലിയ ഒരു വാളുണ്ട്. ആ വാള് അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ആചാര ഉടവാളാണെന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ ഈ സാമൂതിരി ഇതും പിടിച്ചിട്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ആ ആചാര ഉടവാൾ അതൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ നിറയെ അറബി സൂക്തങ്ങളാണ്. ആ അറബി സൂക്തങ്ങളുള്ള വാൾ അദ്ദേഹത്തിൽ എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള മുസ്ലിം സമുദായത്തിൻ്റെ അറബ് കച്ചവടക്കാരുടെ, മരക്കാർമാരുടെ, അല്ലെങ്കിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിട്ടുള്ള നമ്മുടെ നാട്ടുകാരുടെ സംഭാവന കൊണ്ടായിരിക്കും. അത്രത്തോളം ചേർന്നിട്ടാണ് ഈ മനുഷ്യരൊക്കെ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോടൻ മാതൃക എന്താണ് എന്ന് നാം നന്നായി പഠിക്കണം. അത് പഠിക്കാൻ പുരാതന കാലത്തും നമ്മുടെ മധ്യകാലം എന്ന് നാം വിശേഷിക്കുന്ന കാലഘട്ടത്തിലും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും അതിനുശേഷവും നമുക്ക് അത് പറഞ്ഞു തരാൻ നിരവധി തെളിവുകളുണ്ട്. എല്ലാം പഠിച്ചു എന്ന് നമുക്കൊരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല. നമ്മുടെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് പരപ്പിൽ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം അതിന് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് MGS അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് സർവകലാശാലയിലെ ഇതൊന്നും ചെയ്യേണ്ടാത്ത ഒരു സാധാരണ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ രേഖകൾ ശേഖരിച്ച് ആ രേഖകളെല്ലാം പരിശോധിച്ച് വിശകലനം ചെയ്ത് ഇങ്ങനൊരു പുസ്തകമാക്കുക എന്ന് പറയുന്നത് ആളുകളെല്ലാവരും കളിയാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ അദ്ദേഹം ആ സബരിയെ ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കി നിരന്തരം അതിനോട് സംവദിച്ച് അഭിപ്രായങ്ങൾ കേട്ട് അതിനെ പരിഷ്കരിച്ച് വീണ്ടും ഒരു പുതുരൂപത്തിൽ നമ്മൾ എത്തിക്കുമ്പോൾ അതിന് പിന്നിലെ മനുഷ്യാധ്വാനം നാം മനസ്സിലാക്കണം. ഈ മനുഷ്യാധ്വാനം കുറേ ആളുകൾ ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും നമുക്ക് ചരിത്രം പിടിക്കാൻ പറ്റുന്നത്. ഭയങ്കര ഒരു ഉപകരണമാണ് ചരിത്രം. നാം ചരിത്രവൽക്കരിക്കപ്പെട്ടാൽ മാത്രമേ നമ്മൾക്കെതിരെ വരുന്ന കൂരമ്പുകളെ നമുക്ക് നേരിടാൻ പറ്റൂ. ഞങ്ങളുടെ നാട് അങ്ങനെയുള്ള ചരിത്രമുള്ള നാടല്ല, കടക്ക് പുറത്ത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് ആ ചരിത്ര ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ചരിത്ര ബോധ്യം നമ്മൾക്കെല്ലാവർക്കും വരണമെങ്കിൽ നമ്മുടെ കുഞ്ഞുകുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ നിരന്തരം ചരിത്രവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് നന്നായി പഠിച്ച് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ ആബാലവൃദ്ധം ജനങ്ങൾ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്കെല്ലാവർക്കും നമ്മുടെ നാടിന് ചരിത്രം അറിയാം. എല്ലാവരും ഈ സൗഹൃദത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാൻ മലപ്പുറം ജില്ലയുടെ ഒരു ഉൾനാട്ടിൽ നിന്ന് മങ്കട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ഒരാളാണ്.
എനിക്ക് പെരുന്നാളും എനിക്ക് ഓണവും ഒരുപോലെയാണ്. പെരുന്നാളെന്ന് കേൾക്കുമ്പോഴേക്കും, നോമ്പെന്ന് കേൾക്കുമ്പോഴേക്കും പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ തരിക്കഞ്ഞിയുമൊക്കെ നാവിലേക്ക് വന്നു ചേരും. കാരണം എന്താ, എൻ്റെ വീടിന് ചുറ്റും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറഞ്ഞാൽ സദ്യയുടെയും പായസത്തിൻ്റെയും ഒരു രുചിയോടുകൂടി ജീവിക്കുന്ന ഓർമ്മകളാണ്. കാരണം അങ്ങനെ ഇടപഴകിയിട്ടാണ് അന്നും ഇന്നും നാം ജീവിക്കുന്നത്. അപ്പോഴാണ് നമ്മൾക്കിടയിലേക്ക് വിഷം കലക്കാൻ വേണ്ടി ആളുകൾ വരുന്നത്. ഇന്നലെ നമ്മുടെ കോഴിക്കോട് സർവകലാശാലയിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൻ്റെ ഒരു ചുമതലയുണ്ട് എനിക്ക്. ഞാൻ ചരിത്ര വിഭാഗത്തിലാണെങ്കിലും അവിടെ ആളില്ലാത്തതുകൊണ്ടാണ് എനിക്കതിൻ്റെ ചുമതല തന്നത്. വടക്കേ ഇന്ത്യയിൽ നിന്ന് മധ്യപ്രദേശിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു വനിതാ പ്രൊഫസർ അവിടെ ഒരു പ്രഭാഷണം നടത്താൻ വന്നു. അപ്പോൾ അവർ പറയാം, ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്, കോഴിക്കോട് താമസിച്ച് അവിടെ പ്രഭാഷണം നടത്തി തിരിച്ചു പോവുകയാണ്. ഞാൻ വന്നതിനൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എനിക്കൊരു മകളേ ഉള്ളൂ, ആ മകളെ നന്നായി പഠിപ്പിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളുമൊക്കെ അവിടെ ഇല്ലേ? നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ് വടക്കേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിതി. നമ്മുടെ അടുത്ത തലമുറ എങ്ങനെ ജീവിക്കും എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഭയം തോന്നുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഞാൻ ഇപ്പോഴും സുരക്ഷിതമായി കാണുന്ന ഒരു പ്രദേശം ദക്ഷിണേന്ത്യയാണ്. അതിലെ ഏറ്റവും മുത്താണ് കേരളം. അവരെന്നോട് പറഞ്ഞത്. അതുകൊണ്ട് മകൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്നൊരു സ്ഥാപനം കൂടി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അത്രത്തോളം കലുഷിതമായൊരു അന്തരീക്ഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ചരിത്രമാണ് നമ്മുടെ ആ ഒരു സൗഹൃദത്തെയും ഒരുമിപ്പിനെയും കൂട്ടായ്മയെയും നമ്മളെ ബലപ്പെടുത്തി തരിക. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്, നമ്മുടെ ബാപ്പന്മാരും ഉമ്മമാരും നമ്മുടെ അയൽപ്പക്കക്കാരുമൊക്കെ എത്രമാത്രം ഈ ചരിത്ര ബോധ്യമുണ്ടായിരുന്നവരാണ്. അവരെ എത്ര പേരെയാണ് നമുക്കൊന്ന് അടുത്തിരുത്തി ഒരുമിച്ചിരുന്ന് ഈ പൗരാണികമായ ജീവിതത്തിൻ്റെ മാതൃകകൾ ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ കുടുംബചരിത്രം എടുത്തു നോക്കുമ്പോൾ മാളു ഹജ്ജുമ്മ നമ്മളെ വിട്ടുപോകുന്നത് 1970കളിലോ 80കളിലോ ആണ്. 50 വർഷം മുമ്പാണ്. മാളു ഹജ്ജുമ്മ ഈ വാര്യംകുന്നത്തിൻ്റെ സഹധർമ്മിണിയാണ്. അദ്ദേഹത്തിന് പ്രയാസമുണ്ടായിരുന്ന നാടുകളിൽ നാട്ടിൻപുറത്തും കാടുകളിലുമൊക്കെ ഒരുമിച്ച് സഞ്ചരിച്ച് ജീവിച്ച ഒരു വനിതയാണ് അവരത്രയും കാലം ജീവിച്ചിരുന്നു. പക്ഷേ അവരോടൊന്ന് ചോദിച്ചറിഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ രാജ്യസേവനത്തെക്കുറിച്ച് ചരിത്രം ചോദിച്ച് മനസ്സിലാക്കി അതൊന്ന് രേഖപ്പെടുത്തിയൊരു പുസ്തകമാക്കി തരാൻ നമ്മൾക്കാർക്കും സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇനി നാം താമസിച്ചിരുന്നുകൂടാ. നമ്മുടെ നാടിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നത് നാം കൂട്ടായ്മയിൽ ചർച്ച ചെയ്ത് അത് ഇതേപോലെയുള്ള ഡോക്യുമെൻറ്റുകളാക്കി നാം പുതുതലമുറയ്ക്ക് അത് കരഗതമാക്കണം. എന്നാൽ മാത്രമേ ഒരു പ്രയാസത്തിൻ്റെ നാളുകളിൽ പിടിവള്ളിയായി അവർക്കിത് ഉപയോഗിക്കാൻ സാധിക്കൂ. അതൊരു വലിയ ആയുധം തന്നെയാണ്, രക്ഷാകവചം തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ കോഴിക്കോടൻ മാതൃകയുടെ ചില കാര്യങ്ങൾ, എനിക്ക് ബോധ്യമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട നഗരിയായി മാറുന്നതിന് കേരളത്തിൻ്റെ ആദ്യകാലത്ത് നിന്ന് കുറച്ച് നാം മുന്നോട്ട് സഞ്ചരിക്കേണ്ടി വന്നു. രാഘവാര്യർ, അതേപോലെ തന്നെ എം.എൻ. നമ്പൂതിരി, MGS നാരായണൻ, ഇവരുടെയൊക്കെ പഠനങ്ങൾ നിങ്ങൾക്കറിയാം. ഇത് വെള്ളക്കെട്ടിനാലും വള്ളിക്കെട്ടുകളായും മുള്ളുകളാലും നിറഞ്ഞു നിന്ന പ്രദേശമാണ്. ഈ പ്രദേശം ഒരു ജനവാസ പ്രദേശമായി മാറുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം രാജാക്കന്മാർ കച്ചവടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തീരപ്രദേശങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ്. നെടിയിരുപ്പ്, കുണ്ടോട്ടിയിലെ നെടിയിരുപ്പിൽ നിന്ന് തീരപ്രദേശത്തേക്ക് സഞ്ചരിച്ച സാമൂതിരി വെറുതെ ഒരു രസത്തിനായി ഈ തീരപ്രദേശത്തേക്ക് വന്നതല്ല. കുരുമുളക് വ്യാപാരമാണ് പുതിയ കാലഘട്ടത്തിലേക്കുള്ള സമ്പത്തിനുള്ള ഒരു പ്രധാന മാർഗം എന്ന് മനസ്സിലാക്കിയപ്പോൾ തുറമുഖത്തേക്ക് വന്ന് ഇവിടെ കൂടി ഇവിടുത്തെ അധികാരിയായി മാറിയ ആളാണ്. ഇവിടെ അധികാരിയായി മാറിയപ്പോൾ അദ്ദേഹത്തിന് വിദേശികളുമായി ബന്ധമുണ്ടായി. അവർ പറഞ്ഞു തന്ന നല്ല കാര്യങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ആയുധബലം അദ്ദേഹം കൂട്ടി, സാമ്പത്തിക ബലം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ അവരുമായി ഇടപഴകി തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെയാണ് ഒരു സമന്വയ സംസ്കാരം, MGS അതിന് പറയുന്നത് കൾച്ചറൽ സിംബയോസിസ് എന്നാണ്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ കാണില്ല. മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനി, പേർഷ്യൻ, ജ്യൂ, ഇവരെയൊക്കെ ഒന്ന് വേർതിരിച്ച് നിർത്താൻ നമുക്ക് പറ്റില്ല. അത്രത്തോളം നാം ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ആ കൾച്ചറൽ സിംബയോസിസ് എന്ന് പറയുന്ന ആ സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് ഈ കച്ചവടവും ഈ ബന്ധങ്ങളിൽ നിന്നുമാണ്. സാമൂതിരി മാത്രമല്ല, കേരളത്തിൻ്റെ ഈ തീരപ്രദേശത്ത് കാണുന്ന എല്ലാ രാജ്യങ്ങളെയും രാഷ്ട്രീയ അധികാരികളെയും നോക്കിയാൽ മതി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരെല്ലാം കടൽ തീരങ്ങളിലേക്ക് നീങ്ങുന്നത് കാണാൻ പറ്റും. ആ കടൽ തീരത്തേക്ക് മാറാൻ സാധിക്കാതെ വന്നവരൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതാണ് വെള്ളുവനാട് രാജാവ്.
അങ്ങാടിപ്പുറത്ത് കൂടി. പൊന്നാനി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അന്ന്. പക്ഷേ പൊന്നാനിയിലേക്ക് മാറാൻ അദ്ദേഹത്തിന് പറ്റാതിരുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നാമ്പുറത്തേക്ക് നീങ്ങേണ്ടി വന്നത്. ആയുധം ബലം പറ്റക്കുറവ്, യുദ്ധതന്ത്രങ്ങളൊന്നും അറിയില്ല, വെടിമരുന്ന് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ, ഇതൊക്കെ നമുക്ക് വിദേശികൾ പറഞ്ഞു തന്നാണ്. കാരണം നമുക്ക് നമ്മുടേതായിട്ടൊരു സാധനമില്ല. നാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയുമാണ് ജീവിക്കുന്നത്. നമ്മുടെ അറിവൊന്നും നമ്മുടേത് മാത്രമല്ല. ഈ വിശാല മനസ്കത ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഇടുങ്ങിയ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റില്ല. ലോകത്തിൻ്റെ ഏതോ കോണിൽ ഒരു മനുഷ്യനുണ്ടാക്കിയെടുത്ത ഒരു വിദ്യ നാം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പരിഷ്കരണത്തിന് ഉപയോഗിക്കുന്നു. നാം ഉണ്ടാക്കിയ അറിവ് അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഭൂമുഖത്ത് മനുഷ്യൻ ജീവിച്ചിട്ടുള്ളത്. അതിൽ ദേശരാഷ്ട്രങ്ങളും അതിർത്തികളും മതിലുകളൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നിരർത്ഥകമാണ് എന്ന് മനുഷ്യന് തോന്നണമെങ്കിൽ നാം ഈ വിശാലതയിൽ നാം ജീവിക്കണം. അപ്പോൾ അത്തരത്തിലാണ് മലയാളിയുടെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. അത് സമർത്ഥമായി പറഞ്ഞത് MGS ആണ്. അതാണ് കേരളത്തിൻ്റെ സമന്വയ സംസ്കാരം. കോഴിക്കോട്ടേക്ക് നീങ്ങിയ സാമൂതിരി പിന്നീട് ഇവിടെ ഉണ്ടാക്കുന്ന സമന്വയ സംസ്കാരമാണ് കോഴിക്കോടിൻ്റെ ആദ്യത്തെ മാതൃക. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിൽ അദ്ദേഹം എത്രത്തോളമാണ് ഇവിടുത്തെ ഇതര മതവിഭാഗങ്ങളുമായി സമന്വയിച്ചിരുന്നത് എന്നതിന് നല്ല തെളിവുകളുണ്ട്. അതിലൊന്നാണ് ഈ മാമാങ്കം എന്ന് പറയുന്ന ഉത്സവത്തിലെ അദ്ദേഹത്തിൻ്റെ നിലപാട് തറയിലേക്ക് ഈ ഷാബന്ദാർ കോയയ്ക്ക് ഇടതുവശത്തേക്ക് സ്ഥാനം നിശ്ചയിച്ചത്. അത്രത്തോളം പ്രധാനിയാണ് ഈ ഭരണകാലഘട്ടത്തിൽ. ഖാസിമാരെ തീരുമാനിക്കുന്നതിൽ ആ സമിതികളിൽ സാമൂതിരിക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോഴിക്കോട്ടെ ജീവിതം ഉയർന്നു വരുന്നത്. നാം ഒരു ഘട്ടത്തിൽ കോഴിക്കോട് ഇത്തരത്തിലുള്ളൊരു വലിയ ഭരണാധികാരിയായി അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെ വിദേശികൾ വന്നപ്പോൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരൊക്കെ അദ്ദേഹത്തെ സൂചിപ്പിച്ചിരുന്നത്, സാമൂതിരിയെ സൂചിപ്പിച്ചിരുന്നത് മൂറിഷ് കിങ് എന്നാണ്. മൂർസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ബ്രിട്ടീഷുകാർക്ക് യൂറോപ്യന്മാർക്ക് അപകടകാരികളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ പേര് തന്നെയാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അവർ വിളിച്ചത്? അത്രത്തോളം മുസ്ലിം സാന്നിധ്യം, മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പിന്തുണ ഈ രാജാവിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു മുസ്ലിം ഭരണാധികാരിയാണ് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ മൂറിഷ് കിങ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ ജാതി വ്യത്യാസമില്ലാത്ത ഒരു സമന്വയ സംസ്കാരം കോഴിക്കോട് ഉണ്ടായി വന്നത് തന്നെയാണ് ഇന്ന് നാം കാണുന്ന ഈ കോഴിക്കോടൻ മാതൃകയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണം വന്ന് ഇവിടുത്തെ എല്ലാറ്റിൻ്റെ മുകളിലും അവരുടെ മുദ്ര സ്ഥാപിക്കപ്പെട്ടു. ഈ നാട്ടിൽ ചൂഷണം അതിരൂക്ഷമായി പടർന്നു വന്ന കാലത്താണ് 19-ാം നൂറ്റാണ്ടിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കമുണ്ടാവുന്നത്. ഈ സ്വാതന്ത്ര്യ സമരം തുടങ്ങുമ്പോൾ നാം ധാരാളം കാര്യങ്ങൾ ഗാന്ധിജിയുടെയും പിൽക്കാലത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. മിശ്രഭോജനം നമ്മൾ പഠിക്കാറുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാൾ എപ്പോഴാണ് ഉണ്ടായത് എന്ന് നാം പഠിക്കാറുണ്ട്. അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നാം നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് പഠിക്കാറുണ്ട്. ഇതൊക്കെ വികസിച്ച് വരുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ ആദ്യ പരീക്ഷണം നടന്ന നാടുകൂടിയാണ് ഈ കോഴിക്കോടെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കോഴിക്കോട് ആദ്യത്തെ ഒരു രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1917-ലാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിനെ 2ാം മലബാർ ജില്ലാ സമ്മേളനം എന്നാണ് വിളിക്കുക. അതിന് 1ാം സമ്മേളനം നടന്നത് പാലക്കാടാണ്. പാലക്കാട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അന്നത്തെ ആനി ബസൻ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് അയർലൻഡുകാരി വന്നിരുന്നു. അവരാണത് ഉദ്ഘാടനം ചെയ്തത്. അവരന്ന് നടത്തിയ പ്രസംഗം അണ്ടർ ദി കോൺഗ്രസ് ഫ്ലാഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാവരും കോൺഗ്രസ്സിൽ ചേരണം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാലക്കാട് അന്ന് ഗോഖലെ ഹാളിൽ അവർ ഈ പ്രസംഗം നടത്തിയത്. എൻ്റെ 2ാം സമ്മേളനം നടന്നത് ഈ കോഴിക്കോടാണ്. അപ്പോൾ പതുക്കെ നാം ജനതയായി മാറുകയാണ്. ഒരു ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് സാധാരണ മനുഷ്യരും വിദ്യാസമ്പന്നരുമൊക്കെ ഇങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആകുലതകളെക്കുറിച്ച് ചർച്ച ചെയ്ത് പ്രതിരോധം തയ്യാറാക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ 2ാം മലബാർ ജില്ലാ സമ്മേളനം കോഴിക്കോട് നടക്കുന്നത്. അതിൻ്റെ സ്വാഗത സംഘ അധ്യക്ഷൻ സാമൂതിരി രാജാവാണ്. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ഇതിൻ്റെ യോഗം നടത്താൻ തീരുമാനിച്ചു. ഒരു മെയ് മാസമാണ്. ഇവിടുത്തെ മാനാഞ്ചിറ മൈതാനത്താണ് ഇന്ന് യോഗങ്ങളൊക്കെ നടക്കുക. അപ്പോൾ മാനാഞ്ചിറ മൈതാനത്ത് ഇങ്ങനെ യോഗം നടക്കാൻ തീരുമാനിച്ചപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടപെടുകയും ഇങ്ങനെ ആൾക്കാരുടെ യോഗങ്ങൾ നടന്നാൽ അത് നമുക്ക് ശല്യമാവും എന്ന് പറഞ്ഞ് ഈ മാനാഞ്ചിറ മൈതാനത്തെ യോഗം നിരോധിച്ചു. എന്നിട്ട് ഈ രാഷ്ട്രീയ സമ്മേളനത്തെ തടയാൻ അവർ ഒരു ശ്രമം നടത്തി. ആ ഒരു ഘട്ടത്തിലാണ് അന്ന്
കെ രാമൻ മേനോൻ എന്ന് പറയുന്ന വക്കീൽ, അത് വക്കീലന്മാരെല്ലാം വലിയ സമ്പന്നരായിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. അദ്ദേഹം പറഞ്ഞു, യോഗം നിരോധിച്ചാൽ അത് ഞങ്ങൾ നടത്തും, അത് നടത്തുവാനുള്ള വേദി ഞങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലത് നടത്തുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിവിശാലമായൊരു ടെന്നീസ് കോർട്ടുണ്ട്. ആ ടെന്നീസ് കോർട്ടിൽ അദ്ദേഹം ഈ സമ്മേളനം സംഘടിപ്പിച്ചു. അതുകൊണ്ട് ആ സമ്മേളനത്തെ അന്ന് പത്രങ്ങളൊക്കെ വിശേഷിപ്പിച്ചത് ടെന്നീസ് കോർട്ട് സമ്മേളനം എന്നാണ്. അന്ന് കേരളത്തിലൊന്നും സ്വാതന്ത്ര്യ സമരം വളരെ വ്യാപകമായിട്ടില്ല, ദക്ഷിണേന്ത്യയിലേ ഇല്ല. കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധത തുടങ്ങുന്ന സമയമാണ്. നാം ഇന്ത്യക്കാരാണ്, ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷ് ഭരണം പോയാലേ വിശപ്പ് മാറൂ എന്നൊക്കെ മനുഷ്യൻ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴാണ് വിദ്യാസമ്പന്നരായ ആളുകൾ ആദ്യത്തെ പ്രവർത്തനം നടത്തി തുടങ്ങുന്നത്. അപ്പോൾ ഈ സമ്മേളനകാലം കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു പുതിയ ഉണർവിൻ്റെ കാലമായിരുന്നു. അപ്പോൾ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. കോഴിക്കോട് നഗരത്തിൽ അപ്പോൾ എന്താണ് നടന്നിട്ടുള്ളത്? ഈ നിരോധനം വന്നപ്പോൾ ആൾക്കാർ എന്താ ചെയ്തത്? ആ ഒരു നിരോധനത്തിന് ശേഷം പിന്നീട് മാനാഞ്ചിറയിൽ രാഷ്ട്രീയ യോഗം നടന്നിട്ടില്ല. ബ്രിട്ടീഷുകാർ പോകുന്നത് വരെ മാനാഞ്ചിറ മൈതാനിയിലേക്ക് രാഷ്ട്രീയ പതാകകളുമായിട്ട് ആളുകളെ പ്രവേശിപ്പിച്ചിട്ടില്ല. പിന്നീട് യോഗമെല്ലാം നടക്കുന്ന എവിടെയാണ്? കടപ്പുറത്താണ്. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ വലിയ കൂറ്റൻ സംഭവങ്ങൾ ഉണ്ടാകുന്നതെല്ലാം കടപ്പുറത്താക്കുകയാണ്. ആ കടപ്പുറത്തേക്ക് അവർ പോകാൻ കാരണം നിരോധനമാണ്. പിന്നെ നമ്മൾ മാനാഞ്ചിറയിൽ സമ്മേളിക്കുന്നത് ഓഗസ്റ്റ് 15-നാണ്. 1947 ഓഗസ്റ്റ് 15-ന് ആനകളുടെ പുറത്ത് കൊടി, നമ്മുടെ ദേശീയ പതാകയുമേന്തി സ്വാതന്ത്ര്യദിന ആഘോഷം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ മാനാഞ്ചിറ മൈതാനത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ സമ്മേളനത്തോട് കൂടിയിട്ടാണ് രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിൽ പ്രവേശിച്ചു തുടങ്ങുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, സമന്വയം ആദ്യത്തെ ഒരു മാതൃകയാണ്. രണ്ടാമത്തേത്, രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ആദ്യത്തെ പ്രതികരണം നാം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കോഴിക്കോട് വെച്ചാണ്. മൂന്നാമത്തേത്, അന്ന് നമ്മുടെ ഈ ഹിന്ദു സമുദായത്തിൽ പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകിയിരുന്നില്ല. അതിനെപ്പറ്റി എല്ലാവരും വ്യാകുലതപ്പെടുന്നുണ്ട്. കേരളത്തിലാകമാനം ദളിത സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാം കവിതകൾ എഴുതിയും അവരുടെ പ്രതികരണങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഒരു സമര രൂപത്തിൽ ഈ വിവേചനത്തിനെതിരെ, ഈ മനുഷ്യത്വമില്ലായ്മയ്ക്കെതിരെ പ്രതികരണം നടന്നിട്ടില്ല. 1924-ലാണ് പിന്നീട് വലിയൊരു സമരം നടക്കുന്നത്. അതെവിടെയാണ്? വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ? വൈക്കത്ത് സമരം നടക്കുന്നത് 1924-ലാണ്. ഇവിടെ നിന്നും ആൾക്കാർ പോയി. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പ് ഒരു ആനി ഹാൾ റോഡുണ്ട്. ആ ആനി ഹാൾ റോഡിൻ്റെ സൈഡിൽ ഒരു തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ആയിരുന്നു അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം. അതാവാൻ കാരണം അത് ആനി ബസന്റിൻ്റെ വിശ്വാസത്തിൽപ്പെട്ട ഒരു ഐഡിയോളജിയുടെ കേന്ദ്രമാണ്. അതേപോലെ തന്നെ അന്ന് കോഴിക്കോടിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായ മഞ്ചേരി രാമയ്യരുടെ കേന്ദ്രം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ചെറുമകൻ്റെ. അപ്പോൾ ആ ഓഫീസിൽ അവിടെ വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ സമ്മേളനം നടക്കുമ്പോൾ ധാരാളം വലിയ ഗൗരവമായ ചർച്ചകളുണ്ടായി. ഒരു ചർച്ച, എന്തുകൊണ്ട് മനുഷ്യർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൂടാ? അതിന് നമ്മളെന്താ വിളിക്കുക? സഹഭോജനം, പന്തിഭോജനം, മിശ്രഭോജനം എന്നൊക്കെ പറയില്ലേ? വീട്ടിൽ സവർണരാണെങ്കിൽ അവരെ വീട്ടിൽ, താഴ്ന്ന ജാതിക്കാരെ അവരെ വീട്ടിൽ കയറ്റില്ല, അവർക്ക് പാത്രം കൊടുക്കില്ല, കുഴി കുഴിച്ച് ഭക്ഷണം കൊടുക്കുന്ന രീതികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും ജാതി അനുസരിച്ച് പന്തികൾ വേർതിരിച്ച് നിന്നിരുന്നൊരു കാലമാണ്. MGSൻ്റെ ഒരു ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഗുരുവായൂരപ്പൻ കോളേജിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാജാവിൻ്റെ സദ്യ എല്ലാ ആളുകൾക്കും ഉണ്ട് എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ സദ്യ കൂടാൻ വേണ്ടി അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്റ്റാഫും എല്ലാവരും ചെന്നു. അപ്പോൾ ആദ്യത്തെ പന്തി എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർക്കാണ്. ഈ അധ്യാപകരൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ ബ്രാഹ്മണന്മാർ കഴിച്ചതിന് ശേഷമേ ഇവർക്കുള്ളൂ. ഇതറിഞ്ഞ ഈ അധ്യാപകർ അത് ബഹിഷ്കരിച്ചു പോയി എന്ന് അദ്ദേഹത്തിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ആ സൂചന എന്ന് പറഞ്ഞാൽ പൊതുവിടത്തിൽ ഉണ്ടായിരുന്നതാണ്. വീടുകളിലാണെങ്കിലോ ഈ അടുത്ത കാലം വരെയും നമ്മുടെ വീടുകളിലെ ഉള്ളിലേക്ക് ആളുകളെ കയറ്റാതെ, അന്യജാതിക്കാരെ കയറ്റാതെ, അവരെയൊക്കെ മനുഷ്യപരിഗണന കൊടുക്കാതെ മാറ്റി നിർത്തുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ പൊതു റോഡുകളിൽ കൂടി നടക്കാനും വഴിയില്ല. ക്ഷേത്രത്തിന് മുമ്പിൽ കൂടി വഴക്കാനും ചില ആളുകൾക്ക് പറ്റില്ല. പട്ടിയും പൂച്ചയും പശുവും പോത്തുമൊക്കെ നടന്നു പോകും. പക്ഷേ മനുഷ്യർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് എഴുതി വച്ച ബോർഡുകളുണ്ടായിരുന്നു. കോഴിക്കോട് ഈ സമ്മേളനം നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ആൾക്കാരെടുത്തത് പൊതു റോഡുകൾ എല്ലാ മനുഷ്യർക്കും, മൃഗങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാൻ പറ്റണം, അതിനു വേണ്ടിയിട്ടുള്ളൊരു കാഹളം കൂടി
ഈ ഒരു സമയത്തുണ്ടാവണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തളിക്ഷേത്രത്തിന് മുമ്പിൽ മഞ്ചേരി രാമയ്യരും സി കൃഷ്ണനും ഒക്കെ ചേർന്ന് ഒരു നിയമം ലംഘിച്ചുകൊണ്ട് നാനാജാതി മതസ്ഥർ ആ റോഡിലൂടെ നടന്ന് ആദ്യത്തെ നിരോധനം ലംഘിച്ചു. ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്. അതിനെ ലംഘിച്ചുകൊണ്ട് ആ റോഡിൽ കൂടി നടന്നുപോയി. ഇത് 10 വർഷം മുമ്പാണ്, വൈക്കം സത്യാഗ്രഹത്തിന് 10 വർഷം മുമ്പാണ്. അപ്പോൾ ആദ്യത്തെ ഈ പൊതു റോഡുകൾ തുറന്നു കിട്ടി ക്ഷേത്രപ്രവേശനം കിട്ടുന്നതിനുള്ള ആമുഖ സമരം നടന്നതും ഈ കോഴിക്കോടാണ്. ഇതേ 1917 ഞാൻ പറഞ്ഞ ഈ ആനി ഹാൾ തിയോസഫിക്കൽ സൊസൈറ്റി, നമ്മൾ ശരിക്കും ആ സ്ഥാപനങ്ങളൊക്കെ വരുംകാല തലമുറയ്ക്ക് അതേപോലെ സൂക്ഷിച്ചു വെക്കണം. അതിന് മുമ്പിൽ എഴുതി വെക്കണം. ഇവിടെ ഉണ്ടായ സംഭവം എന്താണ്, നമ്മുടെ സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ ഈ ഒരു സ്ഥാപനം, ഈ ഒരു ബിൽഡിംഗ് എന്താണ് പങ്കുവഹിച്ചത്. മഞ്ചേരി രാമയ്യറും കൂട്ടരും അന്ന് ചെയ്തത് എന്താണെന്നറിയാമോ? അവിടെ ഒരു പൊതു സദ്യ നടത്താൻ തീരുമാനിച്ചു. അന്ന് വിപ്ലവകരമാണ്. ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും പാണനും ചെറുമനും എല്ലാ ആളുകളും നമ്പൂതിരിയും ബ്രാഹ്മണനും ഒരുമിച്ചിരുന്നു കൊണ്ട് സദ്യ ഉണ്ണുക എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതകരമായ വിപ്ലവകരമായിട്ടുള്ള വാർത്തയാണ്. 1917 ആ ആനി ഹാൾ ലോഡ്ജിൽ വെച്ച്, ആ ബിൽഡിങ്ങിൽ വെച്ച് ഒരു സർവാണി സദ്യ നടന്നു. ആ സർവാണി സദ്യ ലോകത്തെ ഞെട്ടിച്ചു. ഇതിനെപ്പറ്റി ആളുകൾ എഴുതാൻ തുടങ്ങി. ഇത് കേട്ടറിഞ്ഞ ആളുകൾ, പുരോഗമന ചിന്താഗതിക്കാരായ വിദ്യാസമ്പന്നരായ മനസ്സിൽ വിശാലതയുള്ള ആളുകൾ വീട്ടിലും നാട്ടിലും സ്കൂളുകളിലുമൊക്കെ ഇത് ആവർത്തിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അതൊരു ജീവിതചര്യയും ഒരു സംസ്കാരവുമായി മനുഷ്യൻ ഏറ്റെടുത്തുകൊണ്ട് വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും നടപ്പിലാക്കി തുടങ്ങിയപ്പോഴാണ് നമ്മുടെ നാട് ഉണരാൻ തുടങ്ങിയത്. അല്ലാതെ ഷർട്ടും കുപ്പായവും ഇട്ട് പൊതു സദസ്സിൽ പ്രസംഗിക്കുകയും വീണ്ടും നമ്മുടെ വീട്ടിൽ ചെന്ന് പരമ്പരാഗത മൂല്യങ്ങൾ അതേപോലെ തുടരുകയും ചെയ്യുന്ന അഭിനയമല്ല. എത്രയോ ആളുകളുടെ ജീവിതത്തിലെ വളരെ ബുദ്ധിമുട്ടേറിയ ആ മാറ്റത്തിലൂടെയാണ് നമ്മുടെ നാട് സ്വതന്ത്രമായത്. എല്ലാ മേഖലയിലും, സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും അത് കൃത്യമായി പാലിച്ചതുകൊണ്ടാണ്. അദ്ദേഹം സംശുദ്ധനായിട്ടുള്ള ആളായിരുന്നു, ഹലീമായ ആളായിരുന്നു എന്നൊക്കെ നാം പറയാൻ കാരണം എവിടെ നോക്കിയാലും അദ്ദേഹം ആ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെയുള്ള മനുഷ്യരാണ് സ്വാതന്ത്ര്യ സമരത്തെ സാർത്ഥകമാക്കിയത്. അങ്ങനെ ഈ ഹാളിൽ ഇങ്ങനൊരു സർവാണി സദ്യ മിശ്രഭോജനം നടന്നത് നമ്മൾ 1917 അന്നത്തെ മലയാള മാസികകൾ ഒക്കെ എടുത്തു നോക്കിയാൽ മതി. ഒരു വലിയ വാർത്തയാണ്. കേരളത്തിൽ അങ്ങനെ നടക്കാൻ എന്ന് ആരും സ്വപ്നത്തിൽ പോലും കാണില്ല. അത് നടന്നൊരു നാടാണ് ഈ കോഴിക്കോട്. കോഴിക്കോട് നഗരം അതിന് മാതൃകയാണ്. ഇത് കണ്ട് കേട്ടറിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാവരും വായിക്കുന്നത് എന്താണ്, സഹോദരൻ അയ്യപ്പൻ ചെറായി കടപ്പുറത്താണ് ആദ്യത്തെ മിശ്രഭോജനം നടത്തിയത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതല്ല, ആദ്യം അത് പരീക്ഷിച്ചതും ഈ കോഴിക്കോടുകാരാണ്. ഇത് വലിയ മാറ്റമാണ്. ഇനി ഈ സമയത്തെ ആൾക്കാരുടെ പ്രവർത്തനം നോക്കിയാൽ മതി. എങ്ങനെയാണ് ആളുകളെ മുഴുവൻ ഈ സമരത്തിലേക്ക് ആകർഷിക്കുക? നമ്മളൊന്ന് സൂക്ഷ്മമായി കോഴിക്കോട് നഗരം പഠിച്ചാൽ മതി. 1920 ഓഗസ്റ്റ് മാസത്തിൽ ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനം. ഗാന്ധിജി കേരളത്തിലേക്ക് കടന്നു വരുന്നത് കോഴിക്കോട്ടേക്കാണ് ആദ്യം. ആ സന്ദർശന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ആലി സഹോദരന്മാരിൽപ്പെട്ട ഒരാളുണ്ട്. ഇവർ രണ്ടുപേരും അന്ന് പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജല്ല. അന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് വട്ടത്തിലൊരു വലിയ ഉയർന്ന പീഠം ഉണ്ടാക്കും. ആ പീഠത്തിൽ കയറി നിൽക്കും. ആളുകളെല്ലാം ഇതിന് ചുറ്റും കൂടുക ചെയ്യുക. എന്താ കൂടാൻ കാരണം? മൈക്കില്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞത് ചുറ്റും കേൾക്കണമെങ്കിൽ, അപ്പോൾ നിറയെ പാരാവാരം പോലെ വലിയ കടലാണെങ്കിൽ ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്കൊന്നും കേൾക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഉറക്കനെ പറയുക ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ആളുകൾക്ക് മാത്രമേ കേൾക്കൂ. അങ്ങനെ പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന് കൂടെ ആലി സഹോദരന്മാരിൽ ഒരാൾ ഷൗക്കത്ത് അലി അദ്ദേഹത്തിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഗാന്ധി വരുന്നു എന്ന് കേട്ട് വണ്ടിയിലൊക്കെ കയറി നടന്നും കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ നിന്ന്, മലബാറിൻ്റെ ഗ്രാമങ്ങളിൽ നിന്ന് ജനം മുഴുവൻ ഈ നഗരത്തിലേക്ക് വന്നു. ഇതും കേട്ട് മതസൗഹാർദ്ദത്തിൻ്റെ ആ സന്ദേശം ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും ഇതാ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിക്കുന്നു, നാം അടുത്ത് തന്നെ സ്വതന്ത്രരാവും, നമ്മുടെ വിശപ്പ് മാറും, അനീതി ഇല്ലാതാവും. ആ ഒരു ദിനം സ്വപ്നം കണ്ടുകൊണ്ട് ഈ മനുഷ്യരെല്ലാം അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. ആ വീട്ടിൽ അവർ ചെന്നിട്ട് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഗംഭീരമായ ജനക്കൂട്ടം കോഴിക്കോട് വന്നു ചേർന്നു. ആ ജനങ്ങളെല്ലാം നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നാം ഗാന്ധിയെപ്പോലെ ഷൗക്കത്തിനെപ്പോലെ നാം ഒരുമിച്ച് നിൽക്കുന്ന ജനതയാണ്. നമ്മളെ വിഭജിക്കാൻ ആർക്കും സാധ്യമല്ല. ഇത് നാടാകെ പരന്നു. അതുകൊണ്ടാണ് മലബാറിൻ്റെ സ്വാതന്ത്ര്യ സമരവും ജീവിതവും എല്ലാവർക്കും മാതൃകയായി തുടങ്ങിയത്. ഇനി അടുത്തൊരു മാതൃക എന്താ? ഈ ഒരു പാരമ്പര്യം കണ്ടപ്പോഴേക്ക്
കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും ആളുകൾക്ക് മലബാറിനോട് ഭയങ്കര ആരാധന തോന്നി. ഇങ്ങനെ ആയിരിക്കണം ജനത, ഇങ്ങനെയാണ് നാം പോരാടേണ്ടത്. അവിടെ നിന്ന് ചെറുപ്പക്കാർ ആവേശം കൊണ്ട് മലബാറിലേക്ക് വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് തിരുവിതാംകൂറിലും കൊച്ചിയിലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ധർമ്മരാജ്യം എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി. ആ നോവലിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ധർമ്മമില്ലാത്ത രാജ്യമാണ് തിരുവിതാംകൂർ, അത്രത്തോളം വിരോധമാണ് ന്യൂനപക്ഷങ്ങളോട്. അത് ആളുകളെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ സാഹിത്യ കഴിവ് ഉപയോഗിച്ച് ധർമ്മരാജ്യം എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി. ആ നോവൽ പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ ഭരണകൂടം അദ്ദേഹത്തെ വേട്ടയാടി. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരുവിതാംകൂർ പോലീസ് ഇരച്ചു കയറി, ചട്ടിയും കലവുമൊക്കെ പൊട്ടിച്ചെറിഞ്ഞു, വീട്ടുകാരെ ഉപദ്രവിച്ചു. ഗത്യന്തരമില്ലാതെ തിരുവിതാംകൂറിനോട് അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് നേരെ മലബാറിലേക്ക് വന്നു. മലബാറിൽ നമ്മുടെ സുൽത്താനായി എല്ലാ കാലത്തെയും സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഉദാഹരണമായി അദ്ദേഹം ഇവിടെ ജീവിച്ചു. ഇതുപോലെ നിങ്ങളൊന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പട്ടിക എടുത്ത് നോക്കിയാൽ മതി. തിരുവിതാംകൂറിൽ നിന്ന് എത്ര ആളുകളാണെന്നറിയാമോ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി, ഇവിടെ ജീവിക്കാൻ വേണ്ടി കൊതിച്ചു വന്നത്? അംശി നാരായണപിള്ളയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങ് തെക്ക് ഭാഗത്ത്, കേരളത്തിൻ്റെ ഏറ്റവും തെക്ക് തേങ്ങാപട്ടണം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അംശി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ ആളാണ് അംശി നാരായണപിള്ള. അദ്ദേഹം നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിൽ വരാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് ഇറങ്ങി പിന്നെ കുറേ കാളവണ്ടികൾ കയറി പിന്നെയും ട്രെയിൻ കയറി വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ പോകുന്ന സമരഭടന്മാർക്ക് പാടാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഗാനമാണ് വരിക വരിക സഹജരെ സഹജ സഹന സമരമായി. അതും പാടി ചുവട് വെച്ച് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളായി ജീവിതം അതിനുവേണ്ടി അങ്ങ് ഒഴിഞ്ഞു വയ്ക്കുകയാണ്. സകല ജീവിതത്തിൻ്റെ വശങ്ങളും രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് അവർ എന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നൊന്നും അവർക്കറിയില്ല. ജയിലിൽ പോകാം, മരണപ്പെടാം, ബ്രിട്ടീഷുകാരൻ്റെ ക്രൂരതകൾ ഏൽക്കേണ്ടി വരാം. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഒരു ജനത ഇങ്ങനെ കയ്യും മെയ്യും ഉറച്ച് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് 47 നമുക്ക് സ്വാതന്ത്ര്യം കരഗതമായത്. അപ്പോൾ അംശി നാരായണപിള്ളയെപ്പോലെ, AK പിള്ളയെപ്പോലെ, P കൃഷ്ണപിള്ളയെപ്പോലെ എത്ര ആളുകളാണെന്നറിയാം ഇവിടേക്ക് വന്നത്. അതിലെത്രയോ ആളുകൾ ഇവിടെ വന്ന് സമരങ്ങളിൽ പങ്കെടുത്ത് അവർ മരണപ്പെട്ടും പോയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് നാം രാഷ്ട്രീയം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന പുതുപരീക്ഷണവും കോഴിക്കോട് നടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പരിശോധിച്ച് നോക്കുകയാണ്, ഇവരെങ്ങനെയായിരിക്കും ആളുകളെ ആകർഷിച്ചിട്ടുണ്ടാവുക. അപ്പോഴാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ഡോർ ടു ഡോർ ക്യാമ്പയിനാണ്. വീട് വീടാന്തരം നടന്ന് ഇത് ആളുകളെ ബോധ്യപ്പെടുത്തുക. രാജ്യം രക്ഷപ്പെടണമെങ്കിൽ നാം പൊതുയിടത്തിലേക്ക് ഇറങ്ങണം. അത് ഗൃഹസന്ദർശനങ്ങളാണ്, വീട്ടിൽ ചെന്ന് രാഷ്ട്രീയം പറയുക. രണ്ടാമത്തേത്, ചില ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരായി മാറുക. ചില ആൾക്കാർ ചോദിക്കാറില്ലേ, എന്താ തൊഴിൽ? ഞാൻ രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു തൊഴിലുണ്ടോ? അതിനിപ്പോൾ എവിടുന്ന ശമ്പളം? അതൊരു സേവനമല്ലേ. പക്ഷെ ഇപ്പോൾ അത് പണം കിട്ടുന്ന ഒരു ഏർപ്പാടായി മാറി. അന്ന് അങ്ങനെയല്ല. ജീവിതം ഇതിനുവേണ്ടി മാറ്റിവെച്ച ഒരു കൂട്ടം ജനത ഇതിന് നേതാക്കന്മാരായി മുഴുവൻ സമയ പ്രവർത്തകരായി മാറി. ആ മുഴുവൻ സമയ പ്രവർത്തകർ ഉണ്ടായി വരുന്നതിൻ്റെ ആദ്യ പരീക്ഷ നടന്ന ഭൂമിയെയും ഈ കോഴിക്കോടാണ്. അങ്ങനെ മുഴുവൻ സമയമായി. ഇതേപോലെ തന്നെ നമ്മൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി എങ്ങനെ പ്രവർത്തനം നടത്തുക? നാം നോട്ടീസ് വിതരണം ചെയ്യാറുണ്ട്. മറ്റൊന്നോ, നാം ചുമരെഴുതാറുണ്ട്, മുദ്രാവാക്യങ്ങൾ വിളിക്കാറുണ്ട്. ഇതിനൊക്കെ ചരിത്രമുണ്ട്. ഇതിൻ്റെയൊക്കെ ആദ്യ പരീക്ഷകൾ നടക്കുന്നത് ഈ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ 2 ദശകങ്ങളിലാണ്. ആ ദശകങ്ങളിലൊക്കെ നാം ഉണ്ടാക്കിയെടുത്തത് അതിൻ്റെ അടിത്തറയായി മാറി. പിന്നീട് അങ്ങോട്ട് പോകുന്തോറും ഇതിൻ്റെ വികാസമാണ് നമ്മൾ കാണുക. ഈ വൈക്കം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നടന്ന സമരത്തിൻ്റെ ആദ്യ രൂപം ഈ കോഴിക്കോട്ടെ തളി ക്ഷേത്ര റോഡിൽ നടന്ന സമരമാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എല്ലാ രൂപങ്ങളും പിന്നീട് വികസിച്ച് വരുന്നത് ഈ കോഴിക്കോട് നിന്നാണ്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മികച്ച ഉദാഹരണം സംഭാവന ചെയ്ത ഒരു നാടായി ഈ കോഴിക്കോട് മാറിയത്. കോഴിക്കോട്ടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് ദിവസങ്ങളിൽ പല ദിവസങ്ങളും അവർ ദിനാചരണങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. ഒന്നുകിൽ അത് സ്വയംഭരണ ദിനമായിട്ടോ സത്യാഗ്രഹ ദിനമായിട്ടോ ഒക്കെ അവർ ഇത് കണ്ടതുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് അപാലവൃതം ജനങ്ങളെ ആകർഷിക്കുവാനും ഇതൊരു ജനകീയ പോരാട്ടമാക്കി മാറ്റുവാനും അവർക്ക് സാധിച്ചത്. ബ്രിട്ടീഷുകാർ മാത്രം പോയാൽ പോരാ, അവർ പോയാൽ എല്ലാം തികയില്ല. ഈ നാട് ശുദ്ധീകരിക്കപ്പെടണം. നാം പഴയ കാലത്തെ സൗഹാർദ്ദങ്ങളിലേക്ക് തിരിച്ചു വന്ന് എല്ലാവരും സമതുലിതരായി ദുഃഖങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു നാടായി ഇതിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കണമെന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ കോഴിക്കോട്
പല മാതൃകകൾ നമുക്കുണ്ടാക്കാൻ സാധിച്ചതും അങ്ങനെ ഈ നാടിനെ മോചിപ്പിക്കുവാൻ സാധിച്ചതും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ചരിത്രം നമുക്ക് പഠിക്കണ്ടേ? ആ ചരിത്രം നമ്മുടെ പുതിയ തലമുറയിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടേ? അങ്ങനെയുള്ള ദൗത്യമാണ് ഈ പുസ്തകം നമുക്ക് ചെയ്തു തരുന്നത്. ഇതിൽ നിന്നാൽ പോരാ. ഇനിയും നാം നമ്മുടെ വീടിന് ചുറ്റും നാം ഇടപഴകുന്നവരും അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചരിത്ര പറച്ചിലുകൾ, കൂട്ടായ്മയുടെ കഥ പറച്ചിലുകൾ, യാഥാർത്ഥ്യം വെളിപ്പെടുത്തൽ, ഓർമ്മപ്പെടുത്തൽ നിരന്തരം നടന്നാൽ നാം ഒരിക്കലും ശത്രുക്കൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിനും അത് പുസ്തകം വായിക്കുന്ന ആളുകൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി.